ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ദൈവത്തെ വിട്ട്, ദൈവത്തിൻ്റെ ആലോചന വിട്ട് സ്വന്തം ആലോചനയാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ആലോചന ചില സമയത്ത് വ്യർത്ഥമായി പോകും. ദൈവത്തിൽ നിന്നുള്ള ഡയറക്ഷൻ ഇല്ലാതെ, ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ആലോചനയും നിങ്ങളുടെയും എൻ്റെയും ഒക്കെ നാശത്തിന് കാരണമായി തീരും. യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ യൂദ, ദാവീദിൻ്റെ വിശ്വസ്തനായിരുന്ന ഉപദേശകൻ അഹീത്തോഫൽ, ഇവർക്ക് രണ്ടുപേർക്കും സംഭവിക്കുന്നത് ജീവിതത്തിൽ ഒരു പരാജയം തന്നെയാണ്. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മുന്നേറിയിരുന്ന ഇവർ ജീവിതത്തിലെ ചില സ്വാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ആലോചനകൾ പ്രകാരം പലരുടെയും വശങ്ങളിലേക്ക് ചേർന്ന് വരുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവൻ തന്നെയാണ്. ജീവൻ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ അവർക്ക് ഈ ലോകത്തിൽ അവരെക്കുറിച്ച് എഴുതി വയ്ക്കും, അവർ വിശ്വസ്തരായിരുന്നില്ല എന്ന്. അപ്പം നമ്മളെക്കുറിച്ച് ദൈവം ആലോചിക്കുന്നത് നമ്മൾ വിശ്വസ്തരായി നിൽക്കാനായി ശ്രമിക്കുന്നുണ്ടോ എന്നതാണ്.